ബഹുമാന്യായ യോഗത്തിന് ഉദ്ഘാടകൻ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ റസാഖ് പാലേരി അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ, ഈ പ്രക്ഷോഭ സംഗമത്തിന്റെ പ്രധാന അതിഥിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് മാഗ്ലിൻ ഫിലോമിന അവർകൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉമീറ കെ എസ്, റഖീബ് കെ തറയിൽ, പാർട്ടിയുടെ ബഹുജന സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നാം ഒരു വലിയ പോരാട്ടത്തിന്റെ മുഖം തുറന്നുകൊണ്ടാണ് കടപ്പുറത്ത് നിന്നും ഈ ജാഥ നാം ആരംഭിച്ചത്. കടപ്പുറത്ത് നമ്മുടെ പ്രതിഷേധം ഒരു മനുഷ്യ ചങ്ങലയായി നമ്മൾ തീർത്ത് നമ്മൾ ഉന്നയിക്കേണ്ട മുദ്രാവാക്യങ്ങൾ ഈ സമൂഹത്തോട് സംവദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും ഒരു പുത്തരിയല്ലാത്ത ഒരു നാടായി ഈ രാജ്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ജനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ, സുഖസൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല. ജനങ്ങൾക്ക് കൂടുതൽ സുഖസൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു ഭരണകൂടമായിരുന്നുവെങ്കിൽ ജനങ്ങൾക്കിങ്ങനെ തെരുവിൽ നിന്നുകൊണ്ട് ശബ്ദിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ഭരണകൂടം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, ഓരോ ബജറ്റ് വരുമ്പോഴും നമ്മുടെ ഭരണകൂടം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഭരണം നടത്താൻ കഴിയുക എന്ന് അവർ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഭരണം നമ്മുടെ ഈ പൗരസമൂഹം അവരുടെ പൗരസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ, അധികാരം വകവെച്ചു കൊടുത്തിട്ടുള്ള ഭരണകൂടമാണ്. ആ ഭരണകൂടങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ, പൗരസമൂഹത്തിന്റെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിയാത്ത ഭരണകൂടങ്ങൾ നാം നിരന്തരം കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഗീയ ഫാഷിസ്റ്റുകൾ, RSS, BJP നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടം അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ നാടിൽ കരയിലുള്ളതെല്ലാം വിറ്റഴിച്ചതിന് ശേഷം ഇനി കുത്തകകൾക്ക്, കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വിറ്റുതുലക്കാൻ എന്തുണ്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന്റെ ചിന്തയും ആലോചനയും സൂക്ഷ്മദർശിനിയുമെല്ലാം കടലോളം നീളുകയും കടലിന്റെ കരയിൽ നിന്നിരുന്ന ആ സൂക്ഷ്മദർശിനികൾ ഇപ്പോൾ കടലിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ധാതുക്കളിലേക്ക്, കടലിന്റെ വിഭവങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുകയും അവയെല്ലാം പൊക്കിയെടുത്ത് കൊള്ളയടിച്ച് ഖനനം നടത്തി അതിൽ നിന്നെല്ലാം മികച്ച സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള സ്വഭാവത്തിൽ ഈ ഭരണകൂടം അതേക്കുറിച്ച് ആലോചിക്കുന്നുകൊണ്ട് കൂടിയാണ് അവർക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മുലപ്പാൽ സാധാരണ നമ്മൾ കുടിക്കാറുണ്ട്, നമ്മുടെ കുട്ടികൾ കുടിക്കുന്ന കാര്യമാണല്ലോ. ആ മുലപ്പാലിൽ നിന്ന് അത് ലഭ്യമാകുന്നൊരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും അതിന് ചുരത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ ലഭ്യമാകുന്നത് ചോരയായിരിക്കും. ആ ചോരയും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ജീവജലമാണ്. അതിൽ ലഭിക്കാൻ പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭൂമി, നമ്മുടെ ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് അതിന്റെ ആവാസ വ്യവസ്ഥ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്.
അതിനെ ചൂഴ്ന്നെടുത്ത് ചൂഷണം ചെയ്ത് ജനങ്ങൾ മനുഷ്യർ അതിർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ, കുത്തകകൾക്ക് അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഫലമായി ചുരത്തപ്പെടുന്നത് ഈ ഭൂമിയുടെയും നമ്മുടെയും ജീവജലമാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വിശദമായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിക്കപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അദാനിയും അംബാനിയും അടക്കമുള്ള കുത്തക ഭീമന്മാർ പുതിയ കമ്പനികൾ രൂപീകരിച്ചു കഴിഞ്ഞു, ടെൻഡറുകൾ വിളിച്ചു കഴിഞ്ഞു. ആ ടെൻഡറുകൾ പാസ്സായി കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ രൂപപ്പെടുത്തിയിട്ട് ഇന്ന് സർക്കാരിന്റെ പ്രൊസീജിയറുകൾ നീങ്ങാൻ വേണ്ടി മാത്രം അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത്. ആ സ്വഭാവത്തിൽ വളരെ ഉന്നം വെച്ച് അതിന്റെ തിടുക്കത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കി ഈ നമ്മുടെ പാർലമെന്റിന്റെ അസമയത്ത് പാർലമെന്റിൽ പലതും നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് രാജ്യത്തെ ഭരണകൂടം എന്ന് പറയുന്നത്. അതേ സ്വഭാവത്തിൽ നടപ്പിലാക്കപ്പെട്ട അസമയത്തെ ചില നിയമങ്ങളുടെയാണ് ഈ നയവും രൂപപ്പെടുത്തിയത് കാണുവാൻ കഴിയും. അങ്ങ് രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിതം, പ്രത്യേകിച്ച് കടലോര മേഖല, മത്സ്യബന്ധന മേഖല, കടലിന്റെ നിലനിൽപ്പതിനെയും ചോദ്യം ചെയ്യപ്പെടുന്ന, കടലിന്റെ മാത്രമല്ല കടലിനോട് ചേർന്ന് നിൽക്കുന്ന തന്റെ സമൂഹത്തിന് നമുക്ക് പരിചയമുണ്ട്. വലിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് പരിചയമുള്ള കാര്യമാണ്. ആ പ്രകൃതിക്ഷോഭങ്ങളിലേക്കെല്ലാം വഴിവെക്കുന്ന വിധത്തിൽ നമ്മുടെ കടലും അതിന്റെ കരയുമെല്ലാം ഇന്ന് ഖനനം ചെയ്യപ്പെട്ട് വിൽപ്പന ചരക്കാക്കി മാറ്റപ്പെടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കടലിന്റെ മാത്രം പ്രശ്നമല്ല, കടലിന്റെ മക്കളുടെ മാത്രം പ്രശ്നമല്ല, ഈ നാടിന്റെയും ഈ ജനതയുടെയും ഈ രാജ്യത്തിന്റെയും ഒക്കെ തന്നെ പ്രശ്നമായതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ പ്രക്ഷോഭത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത്. ഇത് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളോട് ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോ പത്രക്കാർ ചോദിച്ചു അത്രേ, എന്താണ് നിങ്ങൾക്ക് തിടുക്കം കാണിക്കുന്നത് എന്നാണ്. ആ പത്രക്കാർ പോലും ചോദിക്കുന്നത്, ഇതിന് തീരുമാനങ്ങളായിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം തിടുക്കം കാണിക്കുന്നത് എന്നാണ്. ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായും പ്രിയമുള്ളവരെ, ഇത് വെൽഫെയർ പാർട്ടിയാണ്. ഈ സമൂഹത്തിനകത്ത് രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ പലതും ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൗനം പാലിക്കുകയും അവസാനം ജനങ്ങൾ ഗത്യന്തരമില്ലാതെ അവർക്ക് കാൽക്കീഴിൽ ചെന്നുകൊണ്ട് ഒച്ചാനിക്കുമ്പോൾ മാത്രം അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കണ്ടു ശീലിച്ചവർക്ക് മുന്നേ നടക്കുന്ന മാതൃകയായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വെൽഫെയർ പാർട്ടി അടയാളപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെൽഫെയർ പാർട്ടി മാത്രമല്ല, മകൻ ചേച്ചിയെപ്പോലുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തകരും തീരദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരുമെല്ലാം ഇന്ന് ഇത്തരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങൾ തീർച്ചയായും ഈ നാടിനും ഈ സമൂഹത്തിനും നടത്തുന്ന പ്രക്ഷോഭങ്ങളാണ്, ഈ രാജ്യത്തിന്റെ ഭാവിക്കും നടത്തുന്ന പ്രക്ഷോഭങ്ങളാണ്. ആ പ്രക്ഷോഭങ്ങൾക്ക് കൂടെ നിൽക്കുവാൻ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, നിങ്ങൾ സന്നദ്ധമാകണം എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പോരാട്ടം നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ തെരുവുകളിലേക്കും ഇത് പറിച്ചു നടേണ്ടതും ജനങ്ങളുടെ പൊതു പ്രശ്നമായും വികാരമായും മാറിത്തീരേണ്ടതുണ്ട് എന്നതിനുള്ളതിന്റെ തുടക്കമായിട്ട് കൂടിയാണ് നമ്മൾ മനുഷ്യ ചങ്ങലയും കടൽ സംരക്ഷണ യാത്രയും അതിനെ തുടർന്നുകൊണ്ട് ഒരു പ്രക്ഷോഭ സംഗമവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംഗമത്തിന്റെ അതിന്റെ എല്ലാ ചൈതന്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ടും ഇതിന്റെ രാഷ്ട്രീയമായി എടുത്തുകൊണ്ടും പ്രക്ഷോഭ രംഗത്ത് എല്ലാ സഹപ്രവർത്തകരും വരും കാലത്തും മണിനിരക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പ്രക്ഷോഭ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഹോദരൻ റസാഖ് പാലേരി അവർകളാണ്. അദ്ദേഹത്തിന്റെ ഈ റാലിയിൽ ആദ്യാവസാനം മുതൽ പങ്കെടുത്ത് ഈ പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളിയായി ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. തീർച്ചയായും എല്ലാവിധ ഊഷ്മളമായ അഭിവാദ്യം നേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഈ സംഘം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്.